എൻ്റെ ഇതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഓരോ സ്ഥലത്തുകൾ പോയിരിക്കും. ബീച്ചിലിങ്ങനെയൊക്കെ പോയിരുന്ന ഓരോ വലക്കാരായ ഈ കൂടുതലും ഞാൻ ബീച്ച് ഇതായിട്ടുള്ള ചിത്രങ്ങളൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. കമ്പവല, അതുപോലെ വഞ്ചിയിൽ ഈ വഞ്ചിക്കാരൊക്കെ പോയി മത്സ്യങ്ങൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വല കൊടയുന്നതും ഈ കമ്പവലൻ്റെ നടന്നു പോയിട്ട് അത് കോരി എടുക്കുന്നതും അങ്ങനെ ചിത്രങ്ങൾ അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ഞാൻ ഇതായി വരക്കാറുണ്ട്. കൂടുതലും ഞാൻ ബീച്ച് ഇതായിട്ടുള്ള. ഹലോ, വെൽക്കം ടു ചെലാനം മീഡിയ. നമ്മളിന്നിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ വളരെ പ്രസിദ്ധമായ ടീ പോട്ട് എന്ന റെസ്റ്റോറൻറ്റിലാണ്. ഇന്ന് നമ്മോടുകൂടി വളരെ വിശിഷ്ടനായ ഒരു വ്യക്തിയുണ്ട്. ഫോർട്ട് കൊച്ചിയിലെ ഷംസുദ്ദീൻ എന്ന പേരിലറിയപ്പെടുന്ന മച്ചു. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ഫോർട്ട് കൊച്ചിയിലെയും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അതുകൂടാതെ ഈ വരുന്ന ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ ഒരു വൺ ഡേ എക്സിബിഷൻ നമ്മുടെ YWCA ഫോർട്ട് കൊച്ചി ഹാളിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം, ചെലാനം മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും താങ്കളുടെ ഈ ആർട്ടിസ്റ്റ് കരിയറിൽ താങ്കൾ എങ്ങനെയാണ് ഒരു കല താങ്കളുടെ ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ഏത് നിമിഷമായിരുന്നു എന്ന് പറയാം? ഞാൻ ചെറുപ്പം തൊട്ടിട്ടായിരുന്നു കലയിലോട്ട് ഇതറിഞ്ഞത്. പണ്ട് ഞാൻ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കും, വേറെ പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. 16-15 വയസ്സ് വരെ വീട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ ചേച്ചിമാർ പഠിക്കുമ്പോൾ ബുക്കിലൊക്കെ വെറുതെ വരക്കുമായിരുന്നു. ഒരുപാട് ചിത്രങ്ങൾ ഞാൻ പേപ്പറിലായിട്ടാണ്, കൂടുതൽ ഞാൻ സ്കെച്ച് വർക്കാണ്. അപ്പോൾ ഇങ്ങനെ സ്കെച്ച് വെച്ചിട്ട് എൻ്റെ ചിത്രം തന്നെ ഞാൻ നോട്ട്ബുക്കിൽ പതുക്കിയിട്ടുണ്ട്. എൻ്റെ രൂപങ്ങളും ചിത്രങ്ങളായിട്ടുള്ള കുറേ ഇത്, പിന്നെ എൻ്റെ ഓരോ കുസൃതികളും വീട്ടുകാർ ഇതാക്കുന്നതും അങ്ങനെയുള്ള ഓരോ ചിത്രങ്ങൾ അത് ഇങ്ങനെ വരച്ച് കൂട്ടി. ആ കാലഘട്ടങ്ങളിൽ പിന്നെ വലിയ ഇതൊന്നുമില്ല, കറണ്ടും അതുപോലെ ഇതൊന്നുമില്ല, സ്റ്റൗവൊന്നുമില്ല, അടുപ്പിലൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ എൻ്റെ ഈ കലാബോധം വീട്ടുകാർ തിരിച്ചറിഞ്ഞില്ല ഒരു കാലഘട്ടങ്ങൾ. ഇതൊക്കെ തീ കൂട്ടാനും ഈ ലൈറ്റ് ഇതാക്കാനൊക്കെ എൻ്റെ പെയിൻറ്റിങ്ങൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരിടക്ക് ഞാൻ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. ഞാൻ നോട്ട് പേജിലാണ് പഠിച്ചത്, നോട്ട് ബുക്കിലാണ്. അതിൽ നോട്ട് ബുക്കിൽ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വാട്ടർ കളറ് അതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് വരുന്നുള്ളൂ. അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ ബീച്ചിലൊക്കെ ഇരുന്നപ്പോൾ പിന്നെ എൻ്റെ കഴിവിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി. കൂടുതലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഫോറിനേഴ്സായിട്ടും എൻ്റെ പിന്നെ ഇങ്ങനെ ഫോട്ടോച്ചിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ വരക്കണതൊക്കെ കണ്ട് ഒരു ഫോറിനർ ആ ബുക്ക് എടുത്ത് നോക്കി എൻ്റെ ചരിത്രം തന്നെ ആ ബുക്കിൽ ഇതാക്കിയത്. പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവുകൾ ഒരു തൊഴിലായിട്ട് ഞാനത് മുമ്പോട്ട് പോയി. നമ്മുടെ ഈ ചിത്രകലയിൽ ഒരു കരിയർ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ആ വഴിക്ക് നടക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അതെ. അപ്പോൾ ഇങ്ങനെ കൂടുതലും ഞാൻ ഈ ഇങ്ങനെ ബീച്ചിലിങ്ങനെ വന്നിരിക്കും, ഇങ്ങനെ കമ്പവലകളൊക്കെ ഇങ്ങനെ കണ്ട് രസിച്ചിരിക്കും. വഞ്ചികൾ ഇങ്ങനെ അവിടുത്തെ തൊഴിലാളികളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കും. പിന്നെ അതൊക്കെ ഞാനിങ്ങനെ വരക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ചിത്രകാരൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ ചിത്രകലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ കുട്ടികളടക്കം ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഓരോ ചിത്രകാരന്മാരുടെയും ചിത്രരചനാ ശൈലിയും അതുകൂടാതെ അദ്ദേഹം ഉപയോഗിക്കുന്ന മീഡിയമുകൾ. അപ്പോൾ താങ്കൾ സാധാരണ ഗതിയിൽ നേരത്തെ പറഞ്ഞു സ്കെച്ചുകളാണ് ചെയ്യുന്നതെന്ന്, അതുകൂടാതെ എന്തൊക്കെ പെയിൻറ്റുകളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്? പിന്നെ ഞാനിത് പഠിച്ച് കഴിഞ്ഞപ്പോൾ ഓയിൽ പെയിൻറ്റിങ്ങിലോട്ട് കിടന്നു. പിന്നെ ഓയിൽ പെയിൻറ്റിങ് പിന്നെ അത് ഭയങ്കര ഇതാവാനും ട്രൈ ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും. പിന്നെ വാട്ടർ കളർ ഞാൻ ചെയ്തൊരു ചില ടൈമിൽ നമുക്ക് പ്രാന്ത് പിടിക്കും, നോട്ട് ബുക്കിലാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കൂടുതലും ഓയിൽ പെയിൻറ്റ് യൂസ് ചെയ്തത് ക്യാൻവാസിൻ്റെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അങ്ങനെ വരക്കാൻ തുടങ്ങി. ഇപ്പോൾ ഫാബ്രിക് പെയിൻറ്റിങ്, ആക്രിലിക് ഇതൊക്കെയാണ് ക്യാൻവാസില്ല ഇതിലായിട്ട്. പിന്നെ എൻ്റെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വിറ്റ് പോകണതുകൊണ്ട് ഇപ്പോൾ വീട്ടുകാർക്ക് ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. ഏതാ
ചിത്രങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെ ഒരിടയ്ക്കായിട്ട് എനിക്ക് കുറേ ചിത്രങ്ങൾ വരച്ച് കൂട്ടി. ഞാനൊരു സ്ഥാപനത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ വരച്ച് കൂട്ടിയത്. എൻ്റെ കയ്യിൽ ഞാൻ ഇതായിട്ട് ഗവൺമെൻറ്റുകൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതുവരെ അതിനെക്കുറിച്ചൊരു ഇതില്ല. പിന്നെ ഞാൻ ഇതിൽ മുപ്പിട്ട് ഇതുപോലെ ഇതൊക്കെ വെച്ചു, അതിലൊരു ഇതുപോലെ തന്നെ വാക്കുകളൊക്കെ പറഞ്ഞു. ഇപ്പോൾ അതൊന്നും ഇല്ല. അപ്പം അതിനും വേണ്ടിയിട്ടാണ് എൻ്റെ ഈ എക്സിബിഷൻ വെക്കുന്നത്. അപ്പോൾ എക്സിബിഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ എക്സിബിഷൻ്റെ ഒരു വിശേഷത്തിലേക്ക് കിടക്കാം. അത് എവിടെ വെച്ചാണ്, അതിൻ്റെ ഡേറ്റ്, അതിൻ്റെ സമയം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പറയാം. ഈ പിന്നെ 28-ാം തീയതിയാണ്, ഞായറാഴ്ച 10 മണി തൊട്ടിട്ട് വൈകിട്ട് 6 മണി വരെയാണ് പ്രോഗ്രാം. പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന സുഹൃത്തുക്കളെ ഞാനിതിലോട്ട് ക്ഷണിക്കുകയാണ്. ഇതിലെല്ലാവരും വന്ന് എൻ്റെ ഇതിൽ പങ്കുള്ളണമെന്നുള്ള. ഇപ്പോൾ ഈ കൊറോണയൊക്കെ ഇതായതുകൊണ്ട് ചിത്രങ്ങളൊക്കെ ഒരുപാട് ഇതായി വീട്ടിൽ വെച്ച് ആകെ ഇതായി. അപ്പോൾ ഇങ്ങനെ ഇതിലോട്ട് ഇതാക്കാമെന്നുള്ള ഇല്ലാട്ടമായിട്ടാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളെയും ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഈ YWCAയിൽ ഈ വരുന്ന ഞായറാഴ്ച നടക്കുന്ന എക്സിബിഷനിലേക്ക് നമ്മുടെ മച്ചു ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ എക്സിബിഷൻ ഒക്കെ നടത്തുമ്പോൾ സാധാരണഗതിയിൽ ആർട്ടിസ്റ്റുകളൊക്കെ എന്തെങ്കിലും ഒരു തീമിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. അവർ അനുഭവിച്ച ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ആശയത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എക്സിബിഷൻ നൽകുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ ഇതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഓരോ സ്ഥലത്തുകൾ പോയിരിക്കും. ബീച്ചിലിങ്ങനെയൊക്കെ പോയിരുന്ന ഓരോ വലക്കാരായ ഈ കൂടുതലും ഞാൻ ബീച്ച് ഇതായിട്ടുള്ള ചിത്രങ്ങളൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. കമ്പവല, അതുപോലെ വഞ്ചിയിൽ ഈ വഞ്ചിക്കാരൊക്കെ പോയി മത്സ്യങ്ങൾ പിടിച്ചിട്ടുണ്ടത്, ആ വല കൊടിയുന്നതും ഈ കമ്പവലൻ്റെ നടന്നു പോയിട്ട് അത് കോരി എടുക്കുന്നതും അങ്ങനെ അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ഞാൻ ഇതാക്കി വരക്കാറുണ്ട്. കൂടുതലും ഞാൻ ബീച്ച് ഇതായിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ നിന്ന് മുപ്പിട്ട് ഞാൻ ഒരേ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അന്ന് ഇത്രയും ഇതൊന്നുമില്ല, വണ്ടിയും ഇതൊന്നുമില്ല, കൈകുത്തിയാണ് ഞാൻ നീന്തി നടക്കണതും. അപ്പോൾ ഓരോരുത്തരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യും, പൊക്കി അങ്ങോട്ട് ഇതാക്കും. ഞാൻ ഒരേ സ്ഥലങ്ങളിൽ യാത്രകളിൽ പോയിരുന്നു. ആ യാത്രകളിലുള്ള കാഴ്ചപ്പാടുകൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇതാക്കും. ആ കാഴ്ചകളും ഞാൻ ക്യാൻവാസിലോട്ട് പകർത്താറുണ്ട്. പിന്നെ നമ്മൾ കൂടുതലും എനിക്ക് ഈ കളർഫുള്ളായിട്ടുള്ള ചിത്രങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ ഫ്ലവേഴ്സ്, അങ്ങനെയുള്ള പല പല നമ്മൾ ഇതിൽ കാണുന്ന ഒരേ ഇതാണ് കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ മച്ചുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സിബിഷനാണ് ഈ വരുന്ന ദിവസം, വരുന്ന ഞായറാഴ്ച YWCA ഹാളിൽ വെച്ച് നടക്കുന്നത്. എല്ലാവരും വന്ന് പെയിൻറ്റിങ്സ് ആസ്വദിക്കണം, അത് വിജയിപ്പിക്കണം എന്നാണ് ചെല്ലാനം മീഡിയക്ക് ഇവിടെ പറയാനുള്ളത്. കാരണം ഇത്തരം പ്രകാശം പരത്തുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെന്ന് അഭിമാനപൂർവ്വം നമുക്ക് നമ്മുടെ സമൂഹത്തിനോട് വിളിച്ചു പറയാൻ ഒരു അവസരമാണിത്. അപ്പോൾ ആരും ആ ഒരു അവസരം മിസ് ചെയ്യരുത്. എല്ലാവരും എക്സിബിഷൻ വന്ന് കാണണം, ചിത്രങ്ങൾ ആസ്വദിക്കണം, കഴിയുന്ന ആളുകളൊക്കെ അത് വാങ്ങിക്കൊണ്ടു പോകണം. അപ്പോൾ അത്തരം ഒരു ആക്ടിവിറ്റിയിലേക്ക് എല്ലാവരും വരണമെന്ന് ചെല്ലാനം മീഡിയയുടെ പേരിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൂടാതെ മച്ചു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എക്സിബിഷനിലേക്കാണ് പോകുന്നത്. അതിന് എല്ലാ വിജയാശംസകളും ചെല്ലാനം മീഡിയയുടെ പേരിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഓക്കെ. അപ്പോൾ ഞായറാഴ്ച നടക്കുന്ന ആ എക്സിബിഷനിൽ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ചെല്ലാനം മീഡിയ ഇനിയും വരുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ് ഫ്രം ചെല്ലാനം മീഡിയ, ഉണ്ണിക്കണ്ണമാലി.
Audio Jungle.